ഹലോ, ഞാൻ ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കുഞ്ഞു ടൂറ് പോകാന്നുള്ളത് 2 ദിവസത്തേട്ടാ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴത്തേനും നമ്മൾ പിന്നെ പാഴ്ചാലിലായിരുന്നു കേട്ടോ ട്രാവലർ. അതിൽ എന്താ പറയുക, ഫാമിലി ആയിട്ടും പിന്നെ കുറച്ച് അവിടുത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലത്തെ. അങ്ങനെ ഇപ്പോൾ കണ്ണൂർ ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയായി. നല്ല തണുപ്പുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ തണുപ്പൊന്നും പോകാൻ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കല്യാൺ സിൽക്സൊക്കെ മൊഞ്ച് നോക്കുക, രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കുറേ രാത്രിയാകുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. മുന്നോട്ടനാണെങ്കിൽ പിന്നെ മടിയിൽ തന്നെയായിരുന്നു. എൻ്റെ കാലും കൈയൊക്കെ ഭയങ്കര വേദനയായിരുന്നു. കാരണം കുറേ നേരം എടുത്തിരിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നല്ല പോലെ ഉറങ്ങി 2 പേരും. അങ്ങനെ രാവിലെ ആയിട്ടോ നേരം വിളിക്കുമ്പോൾ നമ്മൾ അവിടെ എത്തി. ആദ്യം കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് വണ്ടിയിൽ വന്നിരുന്നു നമ്മൾ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അവരും പിന്നീട് ഒരാളായിട്ട് വന്ന് വണ്ടിയിലൊക്കെ കയറി റെഡിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിക്കുളങ്ങര പിന്നെ ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് നല്ലൊരു എന്താ പറയുക, ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ. അപ്പോൾ അവിടുത്തെ നമ്മൾ ഒരെണ്ണയും കർപ്പൂരവും പിന്നെ ചന്ദനത്തിരിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് കുറച്ച് സിന്ദൂരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കൊല്ലത്തിലെ കാട്ടിൻ മേക്കതിലെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തും ഞാൻ പ്രത്യേകിച്ച് വിവരിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തെറ്റാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടുതൽ വിശദീകരിച്ച് പറയാത്തത്. പിന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ വന്ന ശേഷം. കൊല്ലത്തിലെ ആൾക്കാർ തന്നെ നമ്മുടെ നാടെങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഓരോരോ നാട് സൂപ്പർ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു അമ്പലം. പല റീലുകളിലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും അവിടെ നേരിട്ട് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാവണത്. മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് മണി അങ്ങ് വാങ്ങിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് മുന്നിൽ തന്നെ ഒരു ചേച്ചിയുണ്ട് മോരും വെള്ളമൊക്കെ കിട്ടണമെന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ നമ്മൾ നല്ല ചൂടല്ലേ മണല്ലേ, അപ്പോൾ മോര് കുടിച്ചു. അതിനുശേഷം അവിടുത്തെ പ്രസാദം കഞ്ഞിയും അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ പോയത്. ഇതും ഈ പറയുന്ന പോലെ നല്ല വൈബ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കായലിൻ്റെ നടുക്ക്. പിന്നെ എന്താ പറയുക, നല്ല ഈ പറഞ്ഞ വലിയ ചൂടും ഇല്ല എങ്കിൽ പിന്നെ തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നല്ല നമ്മൾ തോണിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ബോട്ട് കയറി അങ്ങ് അക്കരെ എത്തിയിട്ടാകുമ്പോൾ അവിടുന്ന് ചെറിയ തോണിയിൽ കുറച്ച് നേരം, അതുകൊണ്ട് നമുക്കെല്ലാം വൃത്തിയായിട്ട് കാണാമല്ലോ തോണിയിലാകുമ്പോഴത്തേക്കും. അങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ കറങ്ങി പിന്നെ വിശക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെ ചില ഒരു എന്താ പറയുക, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ടൂറ് എന്നല്ല കേട്ടോ, ഒറ്റയ്ക്കല്ല, ആരെങ്കിലുമൊക്കെ ഇതുപോലെ കുറേ പേര് കൂട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഗുരുവായൂർ പോകാമെന്നാണ് പറഞ്ഞത്. ഗുരുവായൂരും കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ അന്നത്തെ ആ ഒരു പാക്കേജ് അവിടെ കഴിഞ്ഞിരിക്കണം. കാരണം സമയം അത്രയേ ഉള്ളൂ. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളും കൊണ്ട് അതിനിടയിൽ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറി കേട്ടോ. അവിടെ അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുരുവായൂരെത്തി. വെളുപ്പിന് 2 മണിയൊക്കെ ആയിട്ടുണ്ടാകും നമ്മളെത്തുമ്പോൾ. അപ്പോൾ കുറേ പേര് അവിടെ നട തുറക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ ക്യൂ ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഗുരുവായൂരും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. കാരണം ഇതൊക്കെ പല